ചില പെൺകോന്തന്മാരുണ്ട്. ആ പെണ്ണിനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുള്ളൂ. അമ്മ പറഞ്ഞാലും കേൾക്കത്തില്ല, അപ്പം പറഞ്ഞാലും കേൾക്കില്ല, ബന്ധുക്കൾ പറഞ്ഞാലും കേൾക്കില്ല. ഈ പെണ്ണിൻ്റെ പറയെ തന്നെ നടക്കണം. അവൾ പറയണ മാതിരി തന്നെ പോകുന്ന പിശാച്. അതൊരു വല്ലാത്ത പിശാചാണ്. ഇതുപോലെ തന്നെ ആൺകോന്തം പിശാചും ഉണ്ട്. പിന്നെ മാതാപിതാക്കളോടൊന്നും ഒരു അനുസരണവും ഇല്ല. ആ ആൺചെറുക്കൻ പറയണത് പോലെ ചെയ്യും. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും ഈ ആണ് പറയണ മാതിരി തന്നെ അങ്ങോട്ട് പോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് തിരിയുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും. പിന്നെ ഈ തലത്തിൽ ഒരു വല്ലാത്ത ആകർഷണത്തിൽപ്പെട്ട് കിടക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ക്രമത്തിന് അതീതമായാൽ പിന്നെ അമിതമായാൽ അമൃതും വിഷവും എന്നാണ് പറയണേ. ഇതുപോലൊരു തലമുണ്ട്. കർത്താവേ, ഈ പെൺകോന്തം പിശാചിൽ നിന്ന് ഇവനെ മോചിപ്പിക്കണമേ. ഇവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കുക, അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അപ്പന് കൊടുക്കുക. ഓരോന്നിനും അതിന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഇതിന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ പെൺകോന്തം പിശാചിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.